കംസനെ നിഗ്രഹിക്കാൻ കൃഷ്ണൻ അവതാരം എടുക്കും. കൃഷ്ണ അവതാര ലക്ഷ്യം തന്നെ അത് തന്നെയാണ്. കംസനും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ദേവകിക്ക് പിറക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം കൊല്ലുക കംസൻ്റെ ടാർഗറ്റാണത്. കൃഷ്ണൻ ജനിക്കുന്നതിന് തൊട്ടു മുമ്പ് ജനിച്ചത് ഒരു പെൺകുട്ടിയാണ്. അപ്പം ഒരു ആൺകുട്ടിയാണ് ജനിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പെൺകുട്ടി ജനിച്ചപ്പോൾ അദ്ദേഹം ഭയക്കേണ്ട കാര്യമില്ല. എന്നാലും കംസനൊരു വിശ്വാസമില്ല. അങ്ങനെയാണ് ഈ കുഞ്ഞിനെയും കൊല്ലാൻ ശ്രമിക്കുന്നത്. പക്ഷേ ആ കുഞ്ഞ് കയ്യിൽ നിന്ന് വഴുതി അങ്ങ് പോകുന്നതായിട്ടും ആകാശത്ത് ഒരു അശരീരി നിന്നെ കൊല്ലും, കൃഷ്ണൻ ജനിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കുട്ടി അപ്രത്യക്ഷമാകുന്നത്. അതുവരെ നമുക്ക് സ്റ്റോറി അറിയാം. ഈ കുഞ്ഞാണ് ദേവി കന്യാകുമാരിയാകുന്നത്. പ്രത്യക്ഷ മാഹേശ്വരി ദേവി കന്യാകുമാരി പ്രസീദ പ്രത്യക്ഷ മാഹേശ്വരി ദേവി കന്യാകുമാരി. വലിയൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഞാൻ ദേവി കന്യാകുമാരി എന്ന സിനിമയിൽ വരുന്നത്. ശരിക്കും ഒരു പ്രൊഫഷനായിട്ട് എടുക്കണമെന്നൊന്നുമില്ലായിരുന്നു. പക്ഷേ ആ സമയത്ത് സുബ്രഹ്മണ്യ മാമൻ ഈ സിനിമ എടുക്കാൻ നേരത്തെ ലക്ഷ്മിയായിരുന്നു ബുക്ക് ചെയ്തിരുന്നത്, നടി ലക്ഷ്മി. അപ്പോൾ അവർക്കെന്തോ അസൗകര്യം കൊണ്ട് വരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ വീട്ടിലൊരു ദിവസം വന്നപ്പോൾ ഒരു വലിയ ഗ്യാപ്പിന് ശേഷം എന്നെ കാണും. ഞാൻ വലിയ കുട്ടിയായിരുന്നു, 16-17 വയസ്സുണ്ട്. അപ്പോൾ അച്ഛനോട് ചോദിച്ചു, വിനോദിനെ ഒന്ന് ഈ സിനിമയിൽ അഭിനയിക്കാൻ വിടാമോ എന്ന്. അപ്പോൾ അന്ന് ഞാൻ കോളേജ് പഠിക്കുന്ന കാലം, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം ഇന്നത്തെ പോലെയല്ല, അന്ന് സിനിമയിലൊക്കെ അഭിനയിക്കാൻ പോയെന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മളൊരു ഓസ്ട്രസൈസ് ചെയ്യുന്നൊരു സമയമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഹോളിഡേയ്സ് സമയത്ത് മാത്രമേ ഞാൻ ഷൂട്ടിങ്ങിന് വരുള്ളൂ, അതിനകത്ത് തീർക്കണം. അതിനൊക്കെ സമ്മതിച്ചു. അങ്ങനെ വളരെ ചുരുങ്ങിയ ദിവസങ്ങളുണ്ട്, ഒരു 15-20 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തതാണ് സിനിമേൻ്റെ പകുതി ഷൂട്ടിങ്. പിന്നെ ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെയായിരുന്നു മെർലാൻ സ്റ്റുഡിയോയിൽ, പിന്നെ കുറേ കന്യാകുമാരിയിലായിരുന്നു. അതിൽ ഫസ്റ്റ് സോങ് നീലാംബുജാക്ഷിമാരെ എന്നൊരു പാട്ടുണ്ട്. അത് ഞാനും കുറേ സഖിമാരും കൂടി ചെയ്യുന്നു. അപ്പോൾ അത് വളരെ എൻജോയബിൾ ആയിട്ടൊരു സിറ്റുവേഷൻ ആയിരുന്നു. എൻ്റെ കൂടെ എൻ്റെ ഏജ് ഗ്രൂപ്പിൽ തന്നെ ഉള്ളവരായിരുന്നു എൻ്റെ സഖിമാരായിട്ട്. നമ്മുടെ സീമയൊക്കെ ഉണ്ടായിരുന്നു അതിൽ. പിന്നെ എൻ്റെ അച്ഛൻ്റെ സ്റ്റുഡൻറ്റ് തങ്കപ്പൻ, അദ്ദേഹമാണ് ആ ഡാൻസ് കമ്പോസ് ചെയ്തത്. കുഞ്ഞുനാളിലെ സഹോദരൻ്റെ അടുപ്പം ഇല്ലാതെ പോകുന്നൊരു കുഞ്ഞ്. പിന്നീട് ആ കുട്ടി ഒറ്റയ്ക്ക് വളരുകയാണ്, കടലിൻ്റെ തീരത്ത് വളരുകയാണ്, അവിടെ തന്നെ വസിക്കുകയാണ്. അപ്പോൾ ദേവിയായി മാറുന്നു, സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പുരാണങ്ങളിൽ അങ്ങനെയുള്ള പറയുന്നത്. പക്ഷേ ഈ കുഞ്ഞായിരിക്കുമ്പോൾ കൃഷ്ണൻ്റെ സാമീപ്യം അവൾ ഇഷ്ടപ്പെടുന്നതായിട്ടും അങ്ങനെ അവരുടെ തമ്മിലുള്ള ഒരു കുട്ടിക്കാലത്തുള്ള ചില ലീലാവിലാസങ്ങൾ, അവരുടെ സങ്കല്പങ്ങളൊക്കെയാണ്. ഇത്ര ഹൃദ്യമായിട്ടാണ് വയലാർ ആ പാട്ട് എഴുതിയിരിക്കുന്നത്. അത് നമുക്കൊരു പുരാണം അവലോകനം ചെയ്യുന്നത് കൂടാതെ തന്നെ ഒരു ദൈവ പരിവേഷമുള്ള ഒരു കുഞ്ഞിൻ്റെ ബാല്യം വളരെ മനോഹരമായിട്ട് എഴുതി വച്ചിരിക്കുന്ന, അങ്ങനെ ചിത്രീകരിച്ചിട്ടിരിക്കുന്ന ഒരു പാട്ടാണ്.